ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണം, മഞ്ഞിൽ കളിക്കാനല്ല പോകേണ്ടത്. ഇബ്രാഹിം സഖാഫി മറുപടിയുമായി നബീസുമ്മയുടെ മകൾ. 55 വയസ്സിൽ മണാലിക്ക് പോയ നബീസുമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഉമ്മാനെയും കൂട്ടി മണാലിയിലേക്ക് ഇറങ്ങിയ മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവച്ച വീഡിയോ അന്ന് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. ഇതോടെ വൈറലായ നഫീസുമ്മയ്ക്ക് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവർ ആശംസകളും അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ നബീസുമ്മയും നബീസുമ്മയുടെ മണാലി യാത്രയും വീണ്ടും ചർച്ചയാവുകയാണ്. ഒരു പരിപാടിക്കിടെ നബീസുമ്മയുടെ യാത്രയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രഭാഷണം സോഷ്യൽ മീഡിയയെ ആകെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. ഭർത്താവ് മരിച്ച വല്യുമ്മ ഏതെങ്കിലും മൂലക്കിരുന്ന് സ്വലാത്തും ദിക്കറും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയതിനെയായിരുന്നു തന്റെ പ്രഭാഷണത്തിൽ പണ്ഡിതൻ വിമർശിച്ചത്. ഇപ്പോൾ ഇതാ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിക്ക് ശക്തമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് നബീസുമ്മയുടെ മകൾ. വിധവയായ സ്ത്രീക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്നാണ് ഇതിന് മറുപടിയായി മകൾ കുറിച്ചത്. ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണോ എന്നും മകൾ ചോദിച്ചു. ഉസ്താദിന്റെ വാക്കുകൾ തകർത്തത് ഒരു കുടുംബത്തിന്റെ മനസ്സമാധാനമാണ്. എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്നറിയില്ല. അതുമൂലം തന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞേ തീരുവെന്നും മകൾ പറഞ്ഞു. ഒരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ ഉദ്ദേശമില്ലെന്നും മകൾ വ്യക്തമാക്കി. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടണമെന്ന നിലപാട് പുരുഷവർഗത്തിന് ബാധകമല്ലേ എന്ന ചോദ്യവും മകൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നുപോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. 3 പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചെങ്കിലോ എന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടേണ്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപമെന്നും മകൾ ചോദിച്ചു. പിന്നാലെ നബീസുമ്മയ്ക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ പിന്തുണയുമായി രംഗത്തെത്തി.